Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോസസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ നോർമൽ ലോസും അബ്നോർമൽ ലോസ് വരുന്ന കേസും അതുപോലെ തന്നെ നോർമൽ ലോസും അബ്നോർമൽ ഗെയിൻ വരുന്ന കേസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ നോട്ട്സ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് when there is opening work in progress only equivalent units. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട് ഇക്വലന്റ് യൂണിറ്റ്സിന്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതിൽ പറയുന്നത് ഇൻ കേസ് ദർ ഇസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ഈസ് അസർട്ടൈൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ പെർസെൻറ്റേജ് ഓഫ് വർക്ക് യെറ്റ് ടു ബി ഡൺ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യെറ്റ് ടു ബി ഡൺ. അതായത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതുപോലെ തന്നെ ഇതിലൊരു വ്യത്യാസം, എത്രയാണോ നമ്മൾ ചെയ്തപ്പോൾ 40% ചെയ്ത് വെച്ചെങ്കിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമ്മൾ നെക്സ്റ്റ് എന്തെടുക്കേണ്ടി വരും, എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ള, അതാണ് എത്ര കംപ്ലീറ്റ് ചെയ്തു അതിന് ബാക്കിയാണ് നമ്മൾ എടുക്കുക. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ യൂണിറ്റ്സ് ഓഫ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, അതായത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് നമ്മൾ അത് നോട്ട് ഡൗൺ ചെയ്യുന്നത്. അത് പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, അത് നമ്മൾ ഇൻപുട്ട് കോളത്തിൽ എഴുതും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് കോളത്തിൽ നമ്മൾ എഴുതും. അതാണ് നെക്സ്റ്റ് കേസിൽ വരുന്നത്. ഓക്കെ, ദെൻ അതിന് പ്രോബ്ലം ഞാൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ കാണാനാണ് പറയുന്നത്. അതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പ്രോസസ് ബിയിൽ 800 യൂണിറ്റ്സ്. അതിൽ ഓൺ വിച്ച് ദ സ്റ്റേജ് ഓഫ് completion is material 60%, labor and overhead 40%. അതിൽ എത്ര കംപ്ലീഷൻ നടത്തിയിട്ടുണ്ട്, അതാണ് മെറ്റീരിയൽ 60% നടന്നിട്ടുണ്ട്, ലേബർ ഓവർഹെഡ് 40% തന്നിട്ടുണ്ട്. കമ്പൈൻ ചെയ്ത് തന്നിക്കുകയാണ്. ഇൻഡിവിജ്വൽ ലേബർ 40%, ഓവർഹെഡ് 40%. ഓക്കെ, ഇനി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസ് ബി, ദാറ്റ് ഈസ് 3000 യൂണിറ്റ്സ്. പ്രോസസ് ബിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3000 യൂണിറ്റ്സ് ആണ്. പിന്നെ കംപ്ലീറ്റ് ആൻഡ് ട്രാൻസ്ഫേർഡ് യൂണിറ്റ്സ്, കംപ്ലീറ്റ് ചെയ്തതും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് 2800 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 1000 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ വിച്ച് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ്, എത്ര കംപ്ലീഷൻ നടന്നിട്ടുണ്ട് അതിൽ, ദാറ്റ് ഈസ് മെറ്റീരിയൽ 80%, ലേബർ 70%, ഓവർഹെഡ് 70%. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ്റെ ചാർട്ട് നിങ്ങൾ വരയ്ക്കുക. ഞാൻ കുറച്ച് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യമേ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ഒരു കേസിൽ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമ്മൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എഴുതണം. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ദാറ്റ് ഈസ് 800 അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എവിടെ എഴുതണം, ഔട്ട്പുട്ട് കോളത്തിൽ എഴുതണം എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ദാറ്റ് ഈസ് 800 യൂണിറ്റ്സ്. ക്ലിയർ ആണല്ലോ അല്ലേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻപുട്ട് തന്നിട്ടുള്ളത് എത്രയാണ്? ഇൻപുട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3000 യൂണിറ്റ്സ്. ഓക്കെ, ഇനി കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് അത് നമുക്ക് കാണണം. നമുക്ക് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ് തന്നുള്ളത്? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1000 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 3800 ആണ്. അപ്പോൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ 1000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബാലൻസ് ഫിഗർ ആയിരിക്കും എന്ത്? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് അല്ലേ. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എത്ര വരും? ഇതൊക്കെ 1800. അതിന് 3800 മൈനസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 2000 ആണ് നമുക്ക് എന്ത് വരുന്നത്? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് വരുന്നത്. ഇനി ഇവിടെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, പെർസെൻറ്റേജ് യൂണിറ്റ്, അങ്ങനെ കോളം തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 800 ആണ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എച്ച് ടു ബി ലേക്കാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 40% ആണ്, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 60% ആണ്
കംപ്ലീറ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് എത്രയായിരിക്കും? 40%. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ 800ന്റെ 40%, ദാറ്റ് ഈസ് 320. ഇനി ലേബറും ഓവർ ഹെഡ് എത്ര തന്നുള്ളത്? 40% ഈച്ച് ആണ്. അപ്പോൾ നമുക്ക് 60 ആണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 60, 800ന്റെ 60%, ദാറ്റ് ഈസ് 480. ഓവർ ഹെഡ് എത്രയാണ്? 60% ആണ്. അപ്പോൾ ഇവിടെ 480. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഈ 2000 ആണ് എന്ത്? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. കംപ്ലീറ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളെപ്പോഴും 100%ലാണ് പറയുക. അപ്പോൾ 100 എത്ര യൂണിറ്റാണ്? 2000 യൂണിറ്റ്സ്. 100 2000 യൂണിറ്റ്സ്, 100% 2000 യൂണിറ്റ്സ്. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് 1000 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 80%. സോ 1000ന്റെ 80%, ദാറ്റ് ഈസ് 800. അതുപോലെ തന്നെ ലേബർ 70%, 1000ന്റെ 70%, ദാറ്റ് ഈസ് 700. അതുപോലെ തന്നെ ഓവർ ഹെഡ് എത്രയാണ്? 70% ആണ്, ദാറ്റ് ഈസ് ആൾസോ 700. ഇത്രയാണ് നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 320, 200 ആൻഡ് 200 അല്ല കേട്ടോ, ഇവിടെ 2000 ഒരു വിട്ടുപോയി നമ്മൾ. 320, 2800, ദാറ്റ് ഈസ് 2800, 3120. ഓക്കെ, 3120. ഇവിടെ നമുക്ക് എന്ത് വരും? 2700, 480, ദാറ്റ് ഈസ് 3180, ദാറ്റ് ഈസ് 3180. അപ്പോൾ നമ്മളിവിടെ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് കണ്ടത് നമ്മൾ ഈ ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്തു? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും മൈനസ് ചെയ്തു. ഇവിടെ ഒരു ശ്രദ്ധിക്കാനുള്ളത്, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ഇൻപുട്ട് കോളത്തിൽ എഴുതും, ഔട്ട്പുട്ട് കോളത്തിൽ എഴുതും. അതിൽ നമ്മൾ എത്രയാണ് നമുക്ക് 60% ആണ് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ എന്തിൽ എഴുതുക? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ എഴുതുക. അതാണ് ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലത്തിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, ഇതാണ് ഒരു കേസ് വരുന്നത്. ദെൻ അതിൻ്റെ വർക്കിംഗ് നോട്ട് ഞാൻ പറഞ്ഞു. യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് അല്ലേ? എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം. യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ അത് കാൽക്കുലേഷൻ പറയുന്നുണ്ട്. ഒന്ന് 3000 1000 പോയാലും നമുക്ക് എന്ത് കിട്ടും? 2000 യൂണിറ്റ്സ് കിട്ടും. അങ്ങനെയും കാണാം. ഇനി അതല്ല 2800 മൈനസ് 800 ആയാലും നമുക്ക് 2000 യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ വരുന്ന വേറൊരു കേസാണ് വെൻ പ്രോസസ്ഡ് കോസ്റ്റ് ആർ ഗിവൺ ബട്ട് നോ പ്രോസസ് ലോസ് ആൻഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോസസ്. പ്രോസസ് കോസ്റ്റുകൾ തന്നിട്ടുണ്ടാവും. ഓരോ പ്രോസസ്സിലും എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ടാവും. പക്ഷെ അതിൽ എന്തില്ല? നോ പ്രോസസ് ലോസ് ആൻഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. പ്രോസസ് ലോസും ഇല്ല, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ഈ ഒരു കേസിൽ ഇല്ല. ഓക്കെ, ഇതിൽ നമുക്ക് ഇൻ ഓൾ പ്രോബ്ലംസ് ഞാൻ വായിക്കുന്നുണ്ട്. ഇൻ all problems we dealt with so far only equivalent production in unit is ascertained. In all problems we dealt with so far only equivalent production is unit is ascertained. When process costs are given in addition to statement of equivalent production, to more statements are to be prepared. 2 more ആണ്, 2 എന്നുള്ളത് 2 more, അതായത് 2 കൂടുതലായിട്ട് 2 സ്റ്റേറ്റ്മെന്റ് കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സാധാരണ തരുന്നതിൽ കവിഞ്ഞ് പ്രോസസ് കോസ്റ്റ് തരികയാണെങ്കിൽ, ഇൻ അഡീഷൻ ആയിട്ട് നമുക്ക് പ്രോസസ് കോസ്റ്റ് തരികയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. എന്താണ്? ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്,
അത് എന്തിനാ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് പെർ കംപ്ലീറ്റഡ്, എത്ര കോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടി പെർ കോസ്റ്റ് കംപ്ലീറ്റഡ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ. അതായത് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, working progress, etc. or to apportion the cost among output, work in progress, abnormal loss, etc. അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, എത്ര ഔട്ട്പുട്ട് ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടെന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അത് എന്തുകൂടി ചെയ്ത് കൊടുക്കുക, ഓരോ ഔട്ട്പുട്ടിനും വർക്കിംഗ് പ്രോഗ്രസിനും അബ്നോർമൽ ലോസിനൊക്കെ നമ്മൾ എത്രത്തോളം അപ്പോർഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അതാണ് ഈ ഒരു കേസ് പറയുന്നത്. അതായത് വെൻ പ്രോസസ് കോസ്റ്റ് ആർ ഗിവൺ, ഇവിടെ പ്രോസസ് കോസ്റ്റ് ആണ് നമുക്ക് നൽകുന്നത്. ഓപ്പണിംഗ് ലോസ്, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സോ പ്രോസസ് ലോസുകളോ ഒന്നും തരുന്നില്ല. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്രോബ്ലം വായിക്കുന്നുണ്ട്. ഇൻപുട്ട് 3800 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് 3000 യൂണിറ്റ്സ്. ഇനി ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 800 യൂണിറ്റ്സ്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എത്ര കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ മെറ്റീരിയൽ 8%, ലേബർ 70%, ഓവർ ഹെഡ് 70%. ഓക്കെ, ഇനി പ്രോസസ് കോസ്റ്റ്, ഓരോ പ്രോസസ്സിനും വന്നിട്ടുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട് നമുക്ക്. ദാറ്റ് ഈസ് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് 7280 റുപ്പീസ്, 7280. ലേബറിന് ചിലവായിട്ടുള്ളത് റുപ്പീസ് 10,680. ഓവർ ഹെഡിന് ചിലവായിട്ടുള്ളത് 7120. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ഔട്ട് ഇക്വലന്റ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ, ആൻഡ് പ്രിപ്പയർ എ പ്രോസസ് അക്കൗണ്ട് അസ്യൂമിംഗ് ദാറ്റ് ദർ ഇസ് നോ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് പ്രോസസ് ലോസ്. 3 കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇക്വലന്റ് പ്രൊഡക്ഷന്, പിന്നൊന്ന് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷന്, പിന്നെ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്. അതിൽ അസ്യൂമിങ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസും പ്രോസസ് ലോസും നമുക്ക് ഈ ഒരു കേസിൽ ഇല്ല എന്നുള്ളത് നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇൻപുട്ട് നമുക്ക് എത്രയാണ് ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ നല്ലപോലെ 2-3 വട്ടം വായിക്കുക, എന്നിട്ട് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 3800 ആണ്. ടോട്ടൽ നമുക്ക് 3800 വരും, അതിൽ വേറെ ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ എന്താ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഔട്ട്പുട്ടിൽ നമുക്ക് കംപ്ലീറ്റഡ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 2 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്ന് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് എത്രയാണ് അത് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3000 യൂണിറ്റ്സ്. അതുപോലെ തന്നെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ 800 അല്ലേ? അപ്പം നമുക്കിവിടെ ടോട്ടൽ എത്രയാണ്? 3800. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ മെറ്റീരിയൽ പെർസെൻറ്റേജ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, ലേബർ ഉണ്ട്, ഓവർ ഹെഡ് ഉണ്ട്. നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് എപ്പോഴും നമ്മൾ 100% തന്നെയാണ് പറയുക. പെർസെൻറ്റേജ് 100, യൂണിറ്റ് 3000, പെർസെൻറ്റേജ് 100, യൂണിറ്റ് 3000, പെർസെൻറ്റേജ് 100, യൂണിറ്റ് 3000. ഓക്കെ, അതിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് എത്രത്തോളം തന്നിട്ടുണ്ട്? അതായത് മെറ്റീരിയൽ 80, ലേബർ 70, ഓവർ ഹെഡ് 70 തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഇവിടെ നോക്കുക, മെറ്റീരിയൽ ഇക്വലന്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ എത്ര വന്നത്? 80%, 800ന്റെ 80%, ദാറ്റ് ഈസ് 640. ലേബർ എത്ര തന്നിട്ടുള്ളത്? 70% വരുമ്പോൾ ദാറ്റ് ഈസ് 560. ഓവർ ഹെഡ് ആൾസോ 70%, ദാറ്റ് ഈസ് 560 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ചെയ്യാം. എത്ര വരും? 3640. വേറെ ലോസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 3560, ഓൾസോ 3560. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു ഈ ഒരു കേസിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 സ്റ്റേറ്റ്മെന്റും കൂടി
ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റും പിന്നെ ഒന്ന് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിലാണ് നമ്മൾ എന്ത് കാണുക, പെർ യൂണിറ്റ് കോസ്റ്റ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ 3 കോളങ്ങളാണ്. ഒന്ന് കോസ്റ്റ്, ഇക്വലന്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ് പെർ യൂണിറ്റ്. ഒന്ന് എത്ര ചിലവായിട്ടുണ്ട്, ഒന്ന് ഇക്വലൻ്റ് ആയിട്ട് ഇക്വലന്റ് പ്രൊഡക്ഷൻ എത്ര ഉണ്ട്, 3 കോസ്റ്റ് പെർ യൂണിറ്റ്. ഇങ്ങനെ 3 കോളമാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ എഴുതുന്നത്. ഇനി എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമുക്കറിയാം. കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ കുറേ കാലമായിട്ട് പഠിക്കുന്നതാണ്, ഡിഗ്രി മുതൽ പഠിക്കുന്നതാണ് കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ്. ഫസ്റ്റ് എലമെൻറ്റ്സ് എന്താ, മെറ്റീരിയൽസ് അല്ലേ. മെറ്റീരിയൽസിന് നമുക്ക് എത്ര കോസ്റ്റാണ് വന്നത്, ക്വസ്റ്റ്യൻ നോക്കൂ, എത്ര കോസ്റ്റാണ് മെറ്റീരിയൽസിന് വന്നത്, 7280 അല്ലേ. പക്ഷെ നമുക്ക് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ നമുക്ക് എത്രയാണ് മെറ്റീരിയലിന് കിട്ടിയത്, 3640. അപ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ദാറ്റ് ഈസ് 2. എങ്ങനെയാണ് നമുക്ക് 2 കിട്ടിയത്, 7280 ഡിവൈഡഡ് ബൈ 3640. അങ്ങനെയാണ് നമുക്ക് 2 കിട്ടുക. എങ്ങനെയാണ് 7280 ഡിവൈഡഡ് ബൈ 3600. നമുക്ക് 2 പെർ യൂണിറ്റ് കിട്ടി. അതേപോലെ മെറ്റീരിയൽ കഴിഞ്ഞാൽ പിന്നെന്താ, ലേബർ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, 10,000. ക്വസ്റ്റ്യൻ നോക്കുക, 680. ഇനി ലേബറിന് നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്, 3560. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര വരും അല്ലേ, 10,680 ഡിവൈഡഡ് ബൈ 3560, ദാറ്റ് ഈസ് 3. ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. ഇനി മെറ്റീരിയൽ, ലേബർ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഓവർ ഹെഡ്. ഓവർ ഹെഡ് എത്രയാണ് ടോട്ടൽ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്, കോസ്റ്റ് നോക്കൂ, 7120. എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 3560. സോ 7120 ഡിവൈഡഡ് ബൈ 3560 വരുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ 2 കിട്ടും. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് 2 കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 25,080. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3 + 2 + 2 ദാറ്റ് ഈസ് ഓൾസോ 7. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇക്വലന്റ് പ്രൊഡക്ഷനെ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ നമ്മൾ മെറ്റീരിയലിൻ്റെ, ലേബറിൻ്റെയും ഓവർ ഹെഡിൻ്റെയും നമ്മൾ കണ്ടത്. അതെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, അതിൻ്റെ എലമെൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾക്കറിയാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടാക്കണം, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. ഇവാലുവേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഓരോന്നും. അതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് നോക്കാം. ഓരോന്നും ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൽ ഓരോന്നിലും നമുക്ക് എത്ര ഇവാലുവേറ്റ് ചെയ്യാണ്. ഫിനിഷ്ഡ് ഗുഡ്സിൽ മെറ്റീരിയൽ എത്ര, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മെറ്റീരിയൽ നമുക്ക് 3000 ആണ് മെറ്റീരിയൽ ഉണ്ടായിരുന്നത്, പെർ യൂണിറ്റ് 2 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 6000. ഓക്കെ, ലേബർ എല്ലാം നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയായിരുന്നു, 3000 ആയിരുന്നു. ലേബറിന് എത്ര രൂപ വെച്ചിട്ടാണ്, 3. അപ്പോൾ നമുക്ക് 9000. ഓക്കെ, ഇനി ഓവർ ഹെഡ് എത്രയായിരുന്നു, 3000 യൂണിറ്റ് തന്നെയാണ്, പെർ യൂണിറ്റ് 2 ആണ്, ദാറ്റ് ഇസ് ഓൾസോ 600. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ടോട്ടൽ 9, 15, 6, 21, 21,000 കിട്ടും നമുക്ക് ടോട്ടൽ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യുന്നത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ഇതുപോലെ തന്നെ മെറ്റീരിയൽ എത്ര നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, നമുക്ക് മെറ്റീരിയലിൻ്റെ യൂണിറ്റ്സ് 640. ഓക്കെ, 640 പെർ യൂണിറ്റ് എത്രയാണ്, 2. ഓക്കെ, ദാറ്റ് ഈസ് 1280. ഇനി ലേബർ എത്രയാണ് വരുന്നത്, ലേബർ 560 × 3 ദാറ്റ് ഈസ് 1680.
ഇനി മൂന്നാമത്തെ എന്താ കേസ് വരുന്നത്? ഓവർ ഹെഡ് എമൗണ്ട് 560 ആണ്, ഇൻറ്റു 2 ആണ് പെർ യൂണിറ്റ്. അപ്പോൾ 1120. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4080. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 25,080. അപ്പോൾ നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് അനലൈസ് ചെയ്തിട്ട് അത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നോക്കി നോക്കൂ, ഇതിൻ്റെ ടോട്ടലും ഈ ടോട്ടലും എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ട കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? കറക്റ്റാണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ. ഇനി നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രോസസ് അക്കൗണ്ട് അല്ലേ? പ്രോസസ് അക്കൗണ്ട് ആണ് നമ്മൾ ഈ ഒരു പിന്നെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് കാണാൻ പറഞ്ഞുള്ളത്. അത് പ്രോസസ് അക്കൗണ്ട്, യൂണിറ്റ്സിൻ്റെ എമൗണ്ട് ഉണ്ട്. അതിൽ 2 മെറ്റീരിയൽസ്. എത്ര മെറ്റീരിയൽസ് ഉണ്ട്? 2 മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് 3800 യൂണിറ്റ്സ്. അതിൻ്റെ എമൗണ്ട് 7280. ഓക്കെ. ഇനി ലേബർ മെറ്റീരിയൽസ്, ലേബർ 10,680. ഓവർ ഹെഡ് 7,120. ഓക്കെ. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 25. നമുക്ക് അവിടെ കിട്ടിയതാണ് ഇതെല്ലാം. ഓക്കെ. ഇനി ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് എന്താണ് കൊടുക്കുന്നത്? ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്, ദാറ്റ് ഈസ് 3000. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോക്കി 21,000. പിന്നെ വർക്കിംഗ് പ്രോഗ്രസ് അല്ലേ? വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 800 ആണ്. അതിൻ്റെ എമൗണ്ട് 4080. സോ ലാസ്റ്റ് 3,800, 25,080. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ടാലി ആയിട്ട് കിട്ടി. അപ്പോൾ ഇത്രയാണ് ആ ഒരു കേസിൽ പറയുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേണ്ട ഓപ്പണിംഗ്, വർക്കിംഗ് പ്രോഗ്രസ് എന്താ പറയുക തന്നിട്ടുണ്ടാവില്ല. അതായത് വെൻ പ്രോസസ് കോസ്റ്റ് ആർ ഗിവൺ ബട്ട് നോ പ്രോസസ് ലോസ് ആൻഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. പ്രോസസ് കോസ്റ്റ് തന്നിട്ടുണ്ടാവും, പക്ഷേ പ്രോസസ് ലോസോ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സോ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ഒരു കേസുമായിട്ട് വരാം. ഓക്കെ. താങ്ക് യു.